ഹാഷിമും ഹബീബയും ഇവിടെ ദുരൂഹതയുടെ 9 വർഷങ്ങൾ 2017 ഏപ്രിൽ 6 ഒരു ഹർത്താൽ ദിനമായിരുന്നു അന്ന്. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. 42 വയസ്സുകാരനായ ഹാഷിം തന്റെ പുതിയ ഗ്രേ വാഗനാർ കാറിന്റെ താക്കോലുമായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഒപ്പം 37 വയസ്സുകാരിയായ ഭാര്യ ഹബീബയും. കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണവർ. അരമണിക്കൂറിനുള്ളിൽ തിരികെയെത്തുമെന്ന് വാപ്പ അബ്ദുൽ ഖാദിറിനോടും മക്കളോടും പറഞ്ഞുപോയ ദമ്പതികൾ പിന്നീടൊരിക്കലും ആ പടിവാതിൽ കടന്നു വന്നില്ല. സാധാരണ ഒരാൾ പുറത്തു പോകുമ്പോൾ കരുതുന്ന ഒന്നും ഹാഷിമും ഹബീബയും എടുത്തിരുന്നില്ല. അവരുടെ ഫോണുകൾ വീട്ടിൽ തന്നെയായിരുന്നു. പോലീസിനെ കുഴപ്പിച്ച ആദ്യ ചോദ്യം ഇതാണ്: എന്തിനാണവർ ഫോണുകൾ ഒഴിവാക്കിയത്? കടൽ കടന്നുള്ള കിംവദന്തികൾ മുതൽ കായലിന്റെ ആഴങ്ങൾ വരെയുള്ള തിരച്ചിലുകൾ. നാവികസേനയുടെ വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ വന്നെങ്കിലും ഹാഷിമിനെയോ ഹബീബയെയോ അവരുടെ കാറിനെയോ കണ്ടെത്താനായില്ല. തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവരെ കാണാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് അവിടമെല്ലാം പരിശോധിക്കുന്നു. രാജസ്ഥാനിലെ അജ്മീർ വരെ അന്വേഷണ സംഘം എത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കാർ കായലിൽ വീണതാണോ? അതോ ആസൂത്രിതമായി എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചതാണോ? അതോ ഇവരെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനേകമാണ്. മനുഷ്യർ കാണാതാകുന്ന സംഭവങ്ങൾ അപൂർവമല്ല. എന്നാൽ ഒരിടത്തും ഒരു CCTV ദൃശ്യമോ വ്യക്തമായ തെളിവോ അവശേഷിപ്പിക്കാതെ ഹാഷിമും ഹബീബയും എവിടെ പോയി? കേരളം കണ്ട ഏറ്റവും വലിയ തിരോധനങ്ങളിലൊന്നായി താഴത്തങ്ങാടി കേസ് ഇന്നും ദുരൂഹതയായി തുടരുന്നു. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഹാഷിം ഹബീബ ദമ്പതികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങളോ സൂചനകളോ അറിയാമെങ്കിൽ ചെറിയതോ വലിയതോ എന്ന വ്യത്യാസമില്ലാതെ ദയവായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു ചെറിയ വിവരമാണെങ്കിലും ഈ കേസിനത് നിർണായകമായേക്കാം. ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഒരു സൂചനയായിരിക്കാം ഒരുപക്ഷേ വർഷങ്ങളായുള്ള ഈ ദുരൂഹതയ്ക്ക് മറുപടി നൽകാൻ സഹായിക്കുക. റിപ്പോർട്ടർ റഷീദ് തുഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ പുതിയ വാർത്തകൾക്കായി പിന്തുടരുക.